ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സലിലുള്ള പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിനെ പറ്റിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ഫംഗ്ഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്? എക്സലിലുള്ള മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ് ഫംഗ്ഷൻസിനെ പറ്റിയാണ്. എക്സലിലുള്ള ഡേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡേറ്റ് ഫംഗ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ടുഡേ. ടുഡേ എന്ന് പറയുന്ന ഡേറ്റ് ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇന്നത്തെ ഡേറ്റ് ടേൺ ചെയ്യാനായിട്ട്, ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഇന്നത്തെ ഡേറ്റ് ടേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത്, ടുഡേ. ദെൻ അടുത്തത് ഡേറ്റ്. ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഡാറ്റയെ ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്, ഡേറ്റ്. ഇപ്പോൾ നമ്മളൊരു സെല്ലിൻ്റെ ഉള്ളിൽ ഡേറ്റ് ടൈപ്പ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അത് ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറണമെന്നില്ല ഡാറ്റ. സോ ഡാറ്റേനെ ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്, ഡേറ്റ്. ഇനി ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആ ഒരു ഫംഗ്ഷൻ്റെ പർപ്പസ് അത് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡേറ്റ്, ആ ഡേറ്റിനോടൊപ്പം ഇത്ര ദിവസവും ഇത്ര മാസവും ഇത്ര വർഷവും ആഡ് ചെയ്താൽ ഏത് ഡേറ്റാണ് വരിക, അത് കണ്ടെത്താനും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് ആണ് ഡേ. ഡേ എന്ന് പറയുന്ന ഫംഗ്ഷന് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഡേറ്റിൽ നിന്നും ഡേ മാത്രം റിട്രീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണത് ഡേ. നെക്സ്റ്റ് മന്ത്. ഒരു ഡേറ്റ് ഫോർമാറ്റിൽ നിന്ന്, ഒരു ഡേറ്റിൽ നിന്ന് മന്ത് മാത്രം റിട്രീവ് ചെയ്യാനായിട്ട്, ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്, മന്ത്. നെക്സ്റ്റ് ഇയർ. ഒരു ഡേറ്റിൽ നിന്ന് ഇയർ മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്, ഇയർ. നെക്സ്റ്റ് ഡേയ്സ്. ഡേയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് രണ്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ രണ്ട് ഡേറ്റുകളും തമ്മിൽ എത്ര ദിവസത്തിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്, ഡേയ്സ്. നെക്സ്റ്റ് ഡേറ്റ് ഡീഫ്. ഡേറ്റ് ഡീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഡേറ്റും മറ്റൊരു ഡേറ്റും തമ്മിൽ എത്ര വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്, എത്ര മാസത്തിൻ്റെ വ്യത്യാസമുണ്ട്, എത്ര ദിവസത്തിൻ്റെ വ്യത്യാസമുണ്ട്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത്, ഡേറ്റ് ഡീഫ്. സോ ഡേറ്റുമായി ബന്ധപ്പെട്ട 7 ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാ? ടുഡേ, ഡേറ്റ്, ഡേ, മന്ത്, ഇയർ, ഡേയ്സ്, ഡേറ്റ് ഡീഫ്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഫംഗ്ഷൻസും നമുക്ക് ചെയ്ത് പഠിക്കാം. സോ ഇവിടെ നമ്മൾ ഡേറ്റ് എന്നുള്ളിടത്ത് നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുകയാണ്. ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ ഡാറ്റേനെ ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്, ഡേറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ ഞാൻ ഈക്വൽ ടു ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കിയേ. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിലുള്ള ഓരോ കണ്ടീഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, പാരാമീറ്റേഴ്സ്. ഇവിടെ 3 കണ്ടീഷൻസ് ഉള്ളത് അല്ലേ, 3 പാരാമീറ്റേഴ്സ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇയർ, മന്ത്, ഡേ. അപ്പോൾ ഇയർ എന്നുള്ളടത്ത് ഞാൻ എന്ത് കൊടുത്തു, 2010 എന്ന് കൊടുത്തു. ദെൻ മന്ത് എന്നുള്ളടത്ത് ജാനുവരി 1-ാം മാസം എന്ന് കൊടുത്തു. ഡേ എന്നുള്ളടത്ത് ഞാൻ എന്ത് കൊടുത്തു, 1 എന്ന് കൊടുത്തു, 1-ാമത്തെ ദിവസം. ഇനി ഞാനിത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻട്രി കീ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ഡാറ്റ ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറി. 1/1/2010, 1-ാം തീയതി ജനുവരി മാസം 2010. ഓക്കെ. അപ്പോൾ ഡേറ്റ് ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് വെച്ചാൽ, ഡാറ്റേനെ ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നാണ് ഡേറ്റ് ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ്. ഇനി ഡേറ്റ് ഫംഗ്ഷൻ്റെ മറ്റൊരു പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഡേറ്റ് 1/1/2010 കഴിഞ്ഞിട്ട് 5 വർഷവും അതുപോലെ തന്നെ 3 മാസവും അതുപോലെ 5 ദിവസവും കഴിഞ്ഞാൽ ഏത് ദിവസമാണ് വരിക എന്ന് കണ്ടെത്താനും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഈ ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ഡേറ്റ് 1/1/2010, ഈ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് 5 വർഷവും 3 മാസവും 5 ദിവസവും കഴിഞ്ഞാൽ ഏത് ഡേറ്റ് ആണ് വരിക എന്ന് നമുക്ക് ഈ ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈക്വൽ ടു ഡേറ്റ് എന്ന് കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ പാരാമീറ്റർ ഇയർ ആണല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇയർ എന്ന് ടൈപ്പ് ചെയ്തു.
ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ ഇയർ എന്ന് ടൈപ്പ് ചെയ്തു, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഡേറ്റ് സെലക്ട് ചെയ്തു, 1/1/2010 സെലക്ട് ചെയ്തു, ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ഡേറ്റിലുള്ള ഇയറിൻ്റെ കൂടെ നമ്മൾ എത്ര വർഷം കൂട്ടേണ്ടത്? 5 years. ഓക്കെ, അപ്പോൾ പ്ലസ് എന്ത് ചെയ്യുക, 5 എന്ന് കൊടുക്കുക. ഇനി ഞാൻ എന്ത് ചെയ്തു, കോമ ഇട്ട് കൊടുത്തു. ഇനി അടുത്ത പാരാമീറ്റർ എന്താ, മന്ത് ആണ് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മന്ത് എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, 1/1/2010 എന്ന് പറയുന്ന ഡേറ്റ് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, പ്ലസ് ഇനി ഈ ഒരു ഡേറ്റിലുള്ള മാസത്തിൻ്റെ കൂടെ എത്ര മാസം ആഡ് ചെയ്യേണ്ടത്? 3 months ആണ്. അപ്പോൾ ഞാൻ 3 എന്ന് കൊടുത്തു, കോമ ഇട്ട് കൊടുത്തു. ഒരു പാരാമീറ്ററിൽ നിന്ന് തൊട്ടപ്പുറത്തെ പാരാമീറ്ററിലേക്ക് പോകാൻ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? കോമ ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ. ഇപ്പോൾ ആക്റ്റീവായി കിടക്കുന്ന പാരാമീറ്റർ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു പാരാമീറ്ററിലേക്ക് നോക്കിയാൽ മതി. ഡേ എന്ന് പറയുന്ന പാരാമീറ്റർ ബോൾഡായി കിടക്കുന്നുണ്ട്, അപ്പോൾ അതാണ് ആക്റ്റീവ് പാരാമീറ്റർ. ഇനി ഞാൻ എന്ത് കൊടുക്കണം? ഡേ എന്ന് ടൈപ്പ് ചെയ്യണം, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈ ഡേറ്റിൽ ഈ 1/1/2010 എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റിലെ ഡേൻ്റെ കൂടെ എത്ര ദിവസം ആഡ് ചെയ്യണം? 5 days ആഡ് ചെയ്യണം. അപ്പോൾ 5 എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 6/4/2015 എന്ന് കിട്ടും. അപ്പോൾ 1/1/2010 കഴിഞ്ഞ് 5 വർഷവും 3 മാസവും 5 ദിവസവും കഴിഞ്ഞാൽ 6/4/2015 എന്ന് പറയുന്ന ഡേറ്റിലേക്കാണ് ടേൺ ചെയ്യുക. ഇനി ഇങ്ങനെയെന്ന് വിചാരിച്ചോളൂ, 1/1/2010 കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞാൽ ഏത് ഡേറ്റ് ആണ് വരിക എന്ന് വിചാരിച്ചോളൂ. നമുക്കിവിടെ മാസത്തിൻ്റെ ദിവസത്തിൻ്റെ കണക്കൊന്നും തന്നിട്ടില്ല. ഈ 1/1/2010 കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞാൽ ഏത് ഡേറ്റ് ആണ് വരിക അത് കണ്ടെത്താനും നമുക്ക് എന്ത് തന്നെ ഉപയോഗിക്കേണ്ടത്? ഡേറ്റ് ഫംഗ്ഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സീക്വൽ ടു ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ആദ്യത്തെ പാരാമീറ്റർ ആയ ഇയർ എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, 1/1/2010 സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് അഡീഷൻ ചെയ്യുക. 1/1/2010 എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റിൽ 1/1/2010 എന്ന് പറയുന്ന വർഷത്തിൻ്റെ കൂടെ എത്ര വർഷം ആഡ് ചെയ്യേണ്ടത്? 5 year. ഇനി കോമ കൊടുക്കുക. ഇനി തൊട്ടപ്പുറത്തെ പാരാമീറ്റർ ഏതാ? മന്ത് ആണ്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യാതെ പോകരുത്. ഇവിടെ മന്തിൻ്റെ കണക്കില്ലെങ്കിലും മന്തും ഡേ ഒന്നും നമ്മൾ ഫില്ല് ചെയ്യാതെ പോകരുത്. നമ്മൾ എന്ത് കൊടുക്കണം? പാരാമീറ്റർ മന്ത് എന്ന് കൊടുക്കണം. ദെൻ 1/1/2010 എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് ഈ ഡേറ്റിൻ്റെ കൂടെ എത്ര മന്ത് ആഡ് ചെയ്യണം? 0. കാരണം ഇവിടെ മന്തിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ +0 എന്ന് കൊടുക്കുക. ദെൻ കോമ, അടുത്ത പാരാമീറ്റർ ഏതാ? ഡേ ആണ്. അപ്പോൾ ഡേ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ദെൻ എന്ത് കൊടുക്കുക? 1/1/2010 കൊടുക്കുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് ഇവിടെ ഡേൻ്റെ കണക്കും കൊടുത്തിട്ടില്ല, അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1/1/2015 എന്ന് കിട്ടും. അപ്പോൾ 1/1/2010 കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞാൽ വരുന്ന ഡേറ്റ് ഏതാ? 1/1/2015 എന്ന് കിട്ടും. അപ്പോൾ ഇതും നമ്മൾ എന്ത് ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി പിന്നെ 1/1/2010 കഴിഞ്ഞ് 5 വർഷവും 8 മാസവും കഴിഞ്ഞാൽ ഏത് ദിവസമാണ് വരിക എന്നാണ് നമ്മൾ ഇനി കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ സീക്വൽ ടു ഡേറ്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇയർ എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? 1/1/2010 എന്ന് പറയുന്ന ഡേറ്റ് കിടക്കുന്ന സെൽ റെഫറൻസ് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്ലസ് ഈ സെൽ റെഫറൻസിലെ വർഷത്തിൻ്റെ കൂടെ എത്ര വർഷം നമ്മൾ ആഡ് ചെയ്യുന്നത്? 5 year. 5 എന്ന് കൊടുക്കുക, എന്നിട്ട് എന്തെടുക്കുക? കോമ എന്ന് കൊടുക്കുക, എന്നിട്ട് അടുത്ത പാരാമീറ്റർ മന്ത് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് എന്ത് കൊടുക്കണം? ഈ ഒരു ഡേറ്റിലെ മാസത്തിൻ്റെ കൂടെ എത്ര മാസം ആഡ് ചെയ്യേണ്ടത്? 8. അപ്പോൾ 8 എന്ന് കൊടുക്കുക, കോമ കൊടുക്കുക, എന്നാൽ അടുത്ത പാരാമീറ്റർ ഏതാ? ഡേ എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1/1/2010 എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈ ഒരു ഡേറ്റിൻ്റെ കൂടെ നമ്മൾ എത്ര ഡേറ്റ് ആഡ് ചെയ്യേണ്ടത്? 0. കാരണം ഇവിടെ ഡേറ്റിൻ്റെ കണക്കൊന്നും കൊടുത്തിട്ടില്ല ഡേസിൻ്റെ, അപ്പോൾ 0 എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1/9/2015 എന്ന് കിട്ടും. അതായത് 1/1/2010 കഴിഞ്ഞ് 5 വർഷവും 8 മാസം കഴിഞ്ഞാൽ വരുന്ന ഡേറ്റ് ആണ് ഇത് 1/9/2015. ഇനി പിന്നെ നമുക്ക് ദിവസത്തിൻ്റെ കണക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചോളൂ. 1/10/2010 കഴിഞ്ഞിട്ട് 735 ദിവസം കഴിഞ്ഞാൽ ഏത് ഡേറ്റ് ആണ് വരിക എന്ന് നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. 735 ഡേയ്സ് കഴിഞ്ഞാൽ ഏത് ഡേറ്റ് ആണ് വരിക എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ അതിനും ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? സീക്വൽ ടു ഡേറ്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇയർ എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക,
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് എന്ത് കൊടുക്കാം, ഇവിടെ ഇയറിൻ്റെ കണക്കൊന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ 0 എന്ന് കൊടുക്കാം. ദെൻ കോമ കൊടുക്കുക, അടുത്ത ഏതാ മന്ത്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് ചെയ്യുക. എത്ര ഇവിടെ മന്തിൻ്റെ കണക്കും കൊടുത്തിട്ടില്ല, അപ്പോൾ 0 എന്ന് കൊടുക്കുക. ദെൻ കോമ, അടുത്ത പാരാമീറ്റർ ഡേ ആണ്, അപ്പോൾ ഡേ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഡേൻ്റെ കൂടെ നമ്മൾ എത്ര ദിവസം കൂട്ടണം, 735 എന്ന് ആഡ് ചെയ്യുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ നമുക്ക് 6/1/2012 എന്ന് കിട്ടും. അപ്പോൾ 1/1/2010 എന്ന് പറയുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് 735 ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡേറ്റാണ് കിട്ടുക, 735 ഡേയ്സ് കഴിഞ്ഞാൽ 6/1/2012 എന്ന് പറയുന്ന ഡേറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി പിന്നെ 1/1/2010 കഴിഞ്ഞ് 36 മാസം കഴിഞ്ഞാൽ ഏത് ഡേറ്റാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. അപ്പം അങ്ങനെ അതും ഇതേ ഫംഗ്ഷൻ തന്നെയാണ്. ഡേറ്റ് കൊടുക്കുക, ആദ്യത്തെ പാരാമീറ്റർ ഇയർ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസിൻ്റെ സിമ്പിൾ കൊടുക്കുക. ഇവിടെ നമ്മൾ ഇയറിൻ്റെ കണക്കല്ല മന്തിൻ്റെ കണക്കാണ് കൊടുത്തത് അല്ലേ, അപ്പോൾ ഇവിടെ 0 എന്ന് കൊടുക്കുക, പ്ലസ് 0 എന്ന് കൊടുക്കുക, പിന്നെ ബ്രാക്കറ്റ് ഒരു കോമ കൊടുക്കുക, എന്നിട്ട് അടുത്ത പാരാമീറ്റർ മന്ത് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് എത്ര 36 മന്ത്, ഇപ്പോൾ 36 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡാറ്റേൻ്റെ കൂടെ ആഡ് ചെയ്യുക. ദെൻ കോമ കൊടുക്കുക, അടുത്ത പാരാമീറ്റർ ഏതാ, ഡേ ആണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് എന്ത് കൊടുക്കുക 0, കാരണം ഡേൻ്റെ കണക്കല്ല മന്തിൻ്റെ കണക്കാണ്, ഇവിടെ 36 മന്താണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇനി എന്ത് ചെയ്യുക, എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡേറ്റ് കിട്ടും, 1/1/2013. അപ്പോൾ 1/1/2010 തൊട്ട് 36 മാസം കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഡേറ്റ് ഏതാണ്, 1/1/2013 ഡേറ്റ് വരിക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഡേറ്റ് ഫംഗ്ഷനായ ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യാം. ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷന് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇന്നത്തെ ഡേറ്റ് ടേൺ ചെയ്യാനുള്ള സെല്ലിൻ്റെ ഉള്ളിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് നമ്മൾ ടുഡേ എന്ന് പറയാം. ഓക്കെ, ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഡേറ്റ് 8/10/2025 ഒക്ടോബർ 8 2025. അപ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടണം, 8/10/2025 എന്ന് കിട്ടണം. അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എന്ത്, ടുഡേ. ഞാൻ എന്ത് ചെയ്തു, ടുഡേ എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, പാരാമീറ്റേഴ്സ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ മതി. ഇവിടെ എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇന്നത്തെ ഡേറ്റ് കിട്ടും. എന്ത്, 8/10/2025 എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഡേറ്റ് കിട്ടി. സോ ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇന്നത്തെ ഡേറ്റ് ടേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണെന്ത്, ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി അടുത്ത ഡേ. ഈ ഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പർപ്പസ് എന്താണ്, ഒരു ഡേറ്റിൽ നിന്നും ഡേ മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്, ഡേ. സോ ഞാനിവിടെ = ഡേ എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഡേറ്റ് 8/10/2025 എന്ന് പറയുന്ന ഡേറ്റ് ഉൾപ്പെട്ട ആ സെല്ല് ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി എൻ്റർ കീ അടിച്ചാൽ എനിക്ക് ഇവിടെ ഡേ എന്നുള്ള ഈ ഒരു സെല്ലിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എനിക്ക് എന്ത് കിട്ടും, 8 എന്ന് കിട്ടും. കാരണം 8/10/2025 എന്ന് പറയുന്ന ഡേറ്റിൽ ഡേ എന്ന് പറയുന്ന 8 അപ്പോൾ എനിക്കിവിടെ ഡേ എന്നുള്ളടത്ത് എന്ത് കിട്ടും, 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഡേറ്റ് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എന്ത്, ഡേ. ഇനി അടുത്തത് മന്ത് ആണ്. ഒരു ഡേറ്റിൽ നിന്ന് മന്ത് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് മന്ത്. ഈ 8/10/2025 എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റിൽ മന്ത് എന്ന് പറയുന്നത് 10 അപ്പോൾ മന്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കിട്ടണം 10 എന്ന് പറഞ്ഞിട്ട് ഉത്തരം കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, = മന്ത് എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഡേറ്റ് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്ത് കിട്ടും, 10 മാസം എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് അടുത്ത ഫംഗ്ഷന് ഇയർ. ഇയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്ത് ചെയ്യുക, ടുഡേ എന്ന് പറയുന്ന ആ ഡേറ്റ് ഞാൻ 8/10/2025 ഞാൻ സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി എനിക്ക് എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും, 2025 എന്ന് പറഞ്ഞിട്ട് ആ ഇയർ ഫിൽട്ടർ ചെയ്തിട്ട് എക്സൽ തരും, 2025. ഇനി അടുത്ത് ഡേയ്സ്. ഡേയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഡേറ്റും മറ്റൊരു ഡേറ്റും തമ്മിൽ എത്ര ദിവസത്തിൻ്റെ വ്യത്യാസമുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് അത് ഡേയ്സ്. സോ ഇവിടെ 2 ഡേറ്റ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ, 1/10/2010 അതുപോലെ 8/10/2025. ഈ 2 ഡേറ്റും തമ്മിൽ എത്ര ദിവസത്തിൻ്റെ ഗ്യാപ്പാണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇത് ഡേയ്സ്.
ഞാൻ എന്ത് ചെയ്തു, സീക്വൽ ടു ഡേയ്സ് എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ 2 പാരാമീറ്റേഴ്സാണ് വരുന്നത് അല്ലേ, ഏതൊക്കെ, എൻഡ് ഡേറ്റും സ്റ്റാർട്ട് ഡേറ്റും. എൻഡ് ഡേറ്റ് ഏതാണ്, 8/10/2025 കോമ സ്റ്റാർട്ട് ഡേറ്റ് ഏതാണ്, 1/1/2010 അത് സെലക്ട് ചെയ്തു. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, എനിക്കിവിടെ 5759 ഡേയ്സ് എന്ന് കിട്ടും. അതായത് 1/1/2010 തൊട്ട് 8/10/2025 എത്തിയപ്പോൾ 5759 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ ഡേറ്റ് ഡീഫ്, അടുത്ത ഫംഗ്ഷനാണ് ഡേറ്റ് ഡീഫ്. ഡേറ്റ് ഡീഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഡേറ്റും മറ്റൊരു ഡേറ്റും തമ്മിൽ എത്ര വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട്, എത്ര മാസത്തിൻ്റെ ഗ്യാപ്പുണ്ട്, എത്ര ദിവസത്തിൻ്റെ ഗ്യാപ്പുണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണിത് ഡേറ്റ് ഡീഫ്. ഡേയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഒരു ഡേറ്റും മറ്റൊരു ഡേറ്റും തമ്മിൽ എത്ര ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടെന്നേ കണ്ടെത്തി തരുള്ളൂ. എന്നാൽ ഡേറ്റ് ഡീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമുക്ക് എന്തൊക്കെ കണ്ടെത്താൻ പറ്റും, ഒരു ഡേറ്റും മറ്റൊരു ഡേറ്റും തമ്മിൽ എത്ര വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട്, എത്ര മാസത്തിൻ്റെ ഗ്യാപ്പുണ്ട്, എത്ര ദിവസത്തിൻ്റെ ഗ്യാപ്പുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ് ഡീഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഉപയോഗിച്ചിട്ട് കണ്ടെത്താൻ പറ്റും. സോ നമുക്ക് എങ്ങനെയാണ് ഡേറ്റ് ഡീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ എന്ത് ചെയ്തു, സീക്വൽ ടു ഡേറ്റ് ഡീഫ് എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റാർട്ട് ഡേറ്റ് ആണ്. ഇതിൽ സ്റ്റാർട്ട് ഡേറ്റ് എന്നാണ് 1/1/2010 കോമ എൻഡ് ഡേറ്റ് ഏതാണ് 8/10/2025 അത് കൊടുത്തു. ഇനി കോമ കൊടുക്കുക. ഇനി ഇയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് വൈ. നമ്മൾ ഒരു ഫോർമുല, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ലെറ്റേഴ്സ് എക്സലിന് ക്യാച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ലെറ്റേഴ്സിനെ നമ്മൾ ഡബിൾ ടേൺ കോമയിൽ എന്ത് ചെയ്യണം, റെപ്രസെൻ്റ് ചെയ്യണം. ഇപ്പോൾ ഇയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് വൈ. അപ്പോൾ നമ്മൾ ഡബിൾ ടേൺ കോമയിൽ എന്ത് കൊടുക്കും, വൈ എന്ന് കൊടുക്കും. ദെൻ ഡബിൾ ടേൺ കോമ ക്ലോസ് ചെയ്യും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ദെൻ എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 15 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ, 1/1/2010 8/10/2025 തമ്മിൽ 15 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് അർത്ഥം. ഇനി ഞാൻ ഈ 2 ഡേറ്റുകൾ തമ്മിൽ എത്ര മാസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്തുക, ഇതേ ഫംഗ്ഷൻ തന്നെ, സീക്വൽ ടു എന്ത്, ഡേറ്റ് ഡീഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക. ഇനി മന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് എം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ലെറ്റർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ലെറ്റർ, ആ ടെക്സ്റ്റ് എക്സലിന് ക്യാച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഡബിൾ ടേൺ കോമയിൽ കൊടുക്കണം. സോ ഞാൻ ഡബിൾ ടേൺ കോമയിൽ എന്ത് കൊടുത്തു, എം എന്ന് കൊടുത്തു, ഡബിൾ ടേൺ കോമ ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 189 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ, ഈ ഒരു ഡേറ്റും സ്റ്റാർട്ട് ഡേറ്റ് ആയ 1/1/2010 എൻഡ് ഡേറ്റ് ആയ 8/10/2025 തമ്മിൽ 189 മാസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടെന്ന് കിട്ടും. ഇനി ഈ 2 ഡേറ്റും തമ്മിൽ എത്ര ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്തുക, അത് ഡേയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടും കണ്ടെത്താൻ നമുക്ക് ഈ ഒരു ഡേറ്റ് ഡീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് കണ്ടെത്താൻ പറ്റും. നമ്മൾ നേരത്തെ ഡേയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് കണ്ടെത്തില്ലേ, 5759 ഡേയ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ 2 ഡേറ്റുകളും തമ്മിൽ. ഇനി നമ്മൾ ഇതേ സംഭവം തന്നെ ഡേറ്റ് ഡീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, സീക്വൽ ടു ഡേറ്റ് ഡീഫ് എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തു, കോമ കൊടുത്തു, അതിനുശേഷം എൻഡ് ഡേറ്റ് കൊടുക്കുക, കോമ കൊടുക്കുക. ഇനി ഡേനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ടേൺ കോമയിൽ ഡി എന്ന് കൊടുക്കണം, ഡബിൾ ടേൺ കോമ ക്ലോസ് ചെയ്യണം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ദെൻ എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 5759. നോക്കിയ മുകളിൽ കിട്ടിയ അതേ നമ്പർ ഓഫ് ഡേയ്സ് തന്നെയല്ലേ നമുക്ക് എവിടെയും കിട്ടിയത്, 5759. സോ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇല്ലുസ്ട്രേഷൻസ്, ഡേറ്റുമായി ബന്ധപ്പെട്ട ഓരോ ഇല്ലുസ്ട്രേഷനിലേക്ക് നമുക്ക് നോക്കാം. ഇനി ഇവിടെ നോക്കിയേ, ഒരു ഒന്നാമത്തെ ഇല്ലുസ്ട്രേഷന്, സജീവ് ഇൻറ്റൻസ് ടു അപ്ലൈ ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ ദിസ് ഇയർ. സജീവ് എന്ന് പറയുന്ന വ്യക്തി ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ബട്ട് ദ അപ്പർ ഏജ് ലിമിറ്റ് ഈസ് 32 ആസ് ഓൺ 1/8/2016. 1/8/2016 ഈ ഒരു പോസ്റ്റിലേക്ക്, സിവിൽ സർവീസ് എക്സാമിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ ഏജിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 32 അതായത് 1/8/2016 ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ 32 വയസ്സിൻ്റെ മുകളിൽ ഏജുള്ളൊരു ആപ്ലിക്കൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ സിവിൽ സർവീസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റൂല.
ഡിറ്റർമിൻ വെദർ ഹീ ഈസ് എലിജിബിൾ ടു അപ്ലൈ ഓർ നോട്ട്. ഈ സജീവ് എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷന് അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ഏജിൻ്റെ അടിസ്ഥാനത്തിൽ. ബേസ്ഡ് ഓൺ ദ കട്ട് ഓഫ് ഏജിൻ്റെ അടിസ്ഥാനത്തിൽ ഹിസ് ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് 6/9/1982. 6/9/1982 ഈ സജീവ് എന്ന് പറയുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അദ്ദേഹം ജനിച്ചത്. യൂസിങ് അപ്രോപ്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ്സ് ഫംഗ്ഷൻ, നമ്മളോട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇദ്ദേഹം ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം യോഗ്യനാണോ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഈ 6/9/1982 ജനിച്ച സജീവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഏജ് 1/8/2016 ആവുമ്പോൾ 32 വയസ്സിനേക്കാൾ കൂടുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഡേറ്റും തമ്മിലുള്ള എത്ര വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയാൽ മതി. ഈ 6/9/1982 1/8/2016 തമ്മിൽ എത്ര വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടെത്തിയാൽ മതി. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹത്തിന്റെ ഏജ് എത്രയാണ്, സജീവിന്റെ ഏജ് എത്രയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. 32 ഈ 1/8/2016 വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 32 കൂടുതലായോ താഴെയാണോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഏത് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക? ഡേറ്റ് ഡീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. സോ ഇവിടെ താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് 6/9/1982. ഈ ഒരു 1/8/2016 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏജ് എത്രയാണ് നമുക്ക് കണ്ടെത്തണം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ് ഡീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. സീക്വൽ ടു ഡേറ്റ് ഡീഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക, കോമ, എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്യുക, കോമ. ഈ രണ്ട് ഡേറ്റും തമ്മിലുള്ള വർഷത്തിന്റെ ഗ്യാപ്പാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഡബിൾ കോമയിൽ എന്ത് കൊടുക്കും? വൈ എന്ന് കൊടുക്കും, ഡബിൾ കോമ ക്ലോസ് ചെയ്യും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, ദെൻ എൻ്റർ കീ അടിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 33 എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഏജ് കിട്ടും. അപ്പോൾ സജീവ് എന്ന് പറയുന്ന ആളുടെ ഏജ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 33 ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇദ്ദേഹം ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ യോഗ്യനാണോ? അല്ല. കാരണം ഇവിടെ ക്രൈറ്റീരിയ കട്ട് ഓഫ് ലിമിറ്റ് എത്രയായിരുന്നു? 32 ആയിരുന്നു അല്ലേ. 1/8/2016 32 വയസ്സാണ് മാക്സിമം ലിമിറ്റ്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ഒരു ഡേറ്റിലേക്ക് ഇദ്ദേഹത്തിന് 33 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം യോഗ്യനല്ല ഈ സിവിൽ സർവീസ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനായിട്ട് ഇൻ ടേംസ് ഓഫ് ഏജ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഇല്ലുസ്ട്രേഷന് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ബാങ്കിൻ്റെ ലോൺ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോണിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ലോൺ എമൗണ്ട് എത്രയാണ് രൂപ ലോൺ കൊടുത്തതെന്ന് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നാണ് ലോൺ ഇഷ്യൂ ചെയ്തത് ആ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ദെൻ ടെന്യൂർ ആ ലോണിൻ്റെ കാലാവധി കൊടുത്തിട്ടുണ്ട്, ദെൻ ഡ്യൂ ഡേറ്റും നമ്മൾ കണ്ടെത്തണം. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ എമൗണ്ടായ 1 ലക്ഷം ലോണ് 10/9/2019 എന്ന് പറയുന്ന ഡേറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ലോണിൻ്റെ കാലാവധി കഴിയുന്നത് 8 വർഷവും 2 മാസവും 5 ദിവസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്നാ വരിക? അതായത് ഈ ഡേറ്റിൻ്റെ കൂടെ 10/9/2019 കൂടെ 8 വർഷവും 2 മാസവും 5 ദിവസം കൂട്ടിയാൽ ഏത് ഡേറ്റാണ് വരിക? അതായിരിക്കും ഡ്യൂ ഡേറ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്പർ ഓഫ് ഡേയ്സ് ലെഫ്റ്റ് ഫോർ ഡ്യൂ ഡേറ്റ് ആസ് ഓൺ ടുഡേ. അതായത് ഇന്നത്തെ ഡേറ്റ് തൊട്ട് ഡ്യൂ ഡേറ്റ് ആവാൻ എത്ര ദിവസമുണ്ട് അത് കണ്ടെത്തുക. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് തൊട്ട് ഡ്യൂ ഡേറ്റ് ആവാൻ എത്ര ദിവസമുണ്ട് എന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡ്യൂ ഡേറ്റ് കണ്ടെത്താം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ലോൺ നോക്കിയാൽ 1 lakh ആണ്. ആ ലോൺ കൊടുത്ത ഡേറ്റ് എന്നാ 10/9/2019 ഈ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് 8 വർഷവും 2 മാസവും 5 ദിവസം കഴിഞ്ഞാൽ ഏത് ഡേറ്റ് ആണ് വരിക? ഓക്കെ, അതായിരിക്കും ഡ്യൂ ഡേറ്റ്. അപ്പോൾ അതിന് നമ്മൾ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുക? ഏതായിരിക്കും? ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുക അല്ലേ. സീക്വൽ ടു ഡേറ്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക? ആദ്യത്തെ പാരാമീറ്റർ ഏതാ? ഇയർ. ഇപ്പോൾ ഇയർ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഡേറ്റ് ഓഫ് ഇഷ്യൂലെ 10/9/2019 എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ഇനി 10/9/2019 എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റിലെ 2019 എന്ന് പറയുന്ന വർഷത്തിൻ്റെ കൂടെ
ടെന്യൂർ കിട്ടാൻ വേണ്ടിയിട്ട്, കാലാവധി കിട്ടാൻ വേണ്ടിയിട്ട്, ഡ്യൂ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വർഷം ആഡ് ചെയ്യേണ്ടത്? 8 years ആണ് അല്ലേ. അപ്പോൾ പ്ലസ് എന്ത് കൊടുക്കും? 8 എന്ന് കൊടുക്കും. ദെൻ കോമ, അടുത്ത പാരാമീറ്റർ എന്താണ്? മന്ത് ആണ്. അപ്പോൾ എന്ത് കൊടുക്കും? മന്ത് എന്ന് ടൈപ്പ് ചെയ്യും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇനി എന്ത് ചെയ്യും? ഡേറ്റ് ഓഫ് ഇഷ്യൂ സെലക്ട് ചെയ്യും, 10/9/2019 സെലക്ട് ചെയ്യും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. എന്നിട്ട് പ്ലസ് ഈ ഒരു 10/9/2019 എന്ന് പറയുന്ന ഡേറ്റിൽ 9 എന്ന് പറയുന്ന മാസത്തിൻ്റെ കൂടെ എത്ര മാസമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? 2 months, 2 മാസമാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് +2 എന്ന് കൊടുക്കും. ഇനി കോമ എടുത്തിട്ട് അടുത്ത പാരാമീറ്റർ ഏതാ? ഡേ ആണ്. ഡേ എന്ന് ടൈപ്പ് ചെയ്യും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഡേറ്റ് ഓഫ് ഇഷ്യൂ 10/9/2019 സെലക്ട് ചെയ്യും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. എന്നിട്ട് പ്ലസ് നമ്മൾ ഈ ഒരു 10/9/2019 ഡേ ആയ 10ന്റെ കൂടെ എത്ര ഡേ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? 5 days ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ +5 എന്ന് കൊടുക്കും. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, എൻട്രി കീ അടിക്കും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 15/11/2027 എന്ന് കിട്ടും. അതായത് 10/9/2019 ഈ ബാങ്ക് ഇഷ്യൂ ചെയ്ത 1 ലക്ഷം രൂപയുടെ ലോണിന്റെ കാലാവധി വരുന്ന ഡേറ്റ് 15/11/2027 ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത് നോക്കാം. അടുത്ത ലോണ് 2 ലക്ഷം രൂപയാണ് ലോൺ ഇഷ്യൂ ചെയ്തത്. ആ ലോണ് കൊടുത്ത ഡേറ്റ് 23/11/2020 ആ ഒരു ലോണിന്റെ കാലാവധി കഴിയുന്നത് ഈ ഒരു ഡേറ്റ്, ലോൺ ഇഷ്യൂ ചെയ്ത 23/11/2020 എന്ന് പറയുന്ന ഡേറ്റ് കഴിഞ്ഞ് 7 വർഷവും 3 മാസവും 15 ദിവസം കഴിഞ്ഞാൽ ആ ഒരു ലോൺ എന്താവും? എക്സ്പയർ ആവും, ഡ്യൂ ഡേറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഡ്യൂ ഡേറ്റ് എങ്ങനെ കണ്ടെത്താം? ഇതേപോലെ തന്നെ മോഡ് ചെയ്ത പോലെ തന്നെ സീക്വൽ ടു എന്ത് ചെയ്യുക? ഡേറ്റ് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആദ്യത്തെ പാരാമീറ്റർ ഇയർ എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക? ഡേറ്റ് ഓഫ് ഇഷ്യൂ സെലക്ട് ചെയ്യുക, 23/11/2020 സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസിൻ്റെ സിമ്പിൾ കൊടുക്കുക. ഇനി 23/11/2020 എന്ന് പറയുന്ന ഈ ഡേറ്റിൽ 2020 എന്ന് പറയുന്ന വർഷത്തിൻ്റെ കൂടെ നമ്മൾ എത്ര വർഷം ആഡ് ചെയ്യേണ്ടത്? 7 years ആണ്. അപ്പോൾ 7 എന്ന് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക? കോമ കൊടുക്കുക. അടുത്ത പാരാമീറ്റർ ഏതാ? മന്ത് ആണ്. മന്ത് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് ഓഫ് ഇഷ്യൂ 23/11/2020 സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ 23/11/2020 എന്ന് പറയുന്ന ഈ ഡേറ്റിൽ മാസം 11ാം മാസമാണ്. ആ 11 മാസത്തിൻ്റെ കൂടെ നമ്മൾ എത്ര മാസം ആഡ് ചെയ്യണം? 3 months, 3 മാസം ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ +3 എന്ന് കൊടുത്തു. ഇനി കോമ എടുത്തു. ഇനി അടുത്ത പാരാമീറ്റർ ഏതാ? ഡേ ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി എന്ത് ചെയ്തു? ഡേറ്റ് സെലക്ട് ചെയ്തു, 23/11/2020 സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് ഞാൻ ഈ 23/11/2020 ഡേ ആയ 23 ഡേൻ്റെ കൂടെ 23ാമത്തെ ദിവസത്തിൻ്റെ കൂടെ എത്ര ഡേയ്സ് ആഡ് ചെയ്യണം? 15 days, 15 days ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? +15 എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻട്രി കീ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9/3/2028 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടാമത്തെ ലോണായ 2 ലക്ഷം രൂപയുടെ ലോൺ ഇഷ്യൂ ചെയ്ത ഡേറ്റ് 23/11/2020 ആണ്. ആ ഡേറ്റ് കഴിഞ്ഞ് 7 വർഷവും 3 മാസവും 15 ദിവസം കഴിഞ്ഞാലാണ് എൻ്റെ ഡ്യൂ ഡേറ്റ് വരിക. അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞ് 7 വർഷവും 3 മാസവും 15 ദിവസം കഴിഞ്ഞാൽ വരുന്ന ഡേറ്റ് ആണ് 9/3/2028. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. അടുത്ത ലോണ് 2,50,000 ആണ് ലോൺ കൊടുത്തത്. ലോൺ ഇഷ്യൂ ചെയ്ത ഡേറ്റ് 23/12/2020 ആ ലോണിൻ്റെ ടെന്യൂർ കാലാവധി എന്ന് പറയുന്നത് 90 months ആണ്, 90 മാസം. 90 മാസം കഴിഞ്ഞാൽ ആ ലോൺ എക്സ്പയർ ചെയ്യാം. അങ്ങനെ ഡ്യൂ ഡേറ്റ് അഥവാ എക്സ്പയർ ആവുന്ന ഡേറ്റ് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? ഇതേപോലെ തന്നെ സീക്വൽ ടു ഡേറ്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇയർ എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പ്ലസ് നമ്മളിവിടെ മന്ത്സിൻ്റെ കണക്കാണ് കൊടുത്തില്ലേ, ഇയറിൻ്റെ കണക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ +0 എന്ന് കൊടുക്കുക. പിന്നെ അടുത്ത പാരാമീറ്റർ എന്ത് കൊടുക്കുക? മന്ത് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് ഓഫ് ഇഷ്യൂ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പ്ലസ് നമ്മൾ ഈ ഒരു 23/12/2023 ഈ ഒരു 12 എന്ന് പറയുന്ന മാസത്തിൻ്റെ കൂടെ നമ്മൾ എത്ര മാസം ആഡ് ചെയ്യണം? 90 months. അപ്പോൾ +90 എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? കോമ കൊടുക്കുക. അടുത്ത പാരാമീറ്റർ ഏതാ? ഡേ ആണ്. ഡേ കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് ഓഫ് ഇഷ്യൂ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ പ്ലസ് എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. കാരണം ഡേയ്സിൻ്റെ കണക്കൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ +0 എന്ന് കൊടുക്കണം. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻട്രി കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 23/6/2028 എന്ന് കിട്ടും. അതായത് ഈ മൂന്നാമത്തെ ലോണായ 2,50,000 രൂപയുടെ ലോണ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആയ 23/12/2020 കഴിഞ്ഞിട്ട് 90 months കഴിഞ്ഞാൽ വരുന്ന ഡേറ്റ് ആണ് ഇത് 23/6/2028. അതായത് ഈ ഒരു ലോണിൻ്റെ ഡ്യൂ ഡേറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? നമ്പർ ഓഫ് ഡേയ്സ് ലെഫ്റ്റ് ഫോർ ഡ്യൂ ഡേറ്റ് ആസ് ഓൺ ടുഡേ. അതായത് ഇന്നത്തെ ഡേറ്റ്
ഇന്നത്തെ ഡേറ്റ് എന്താണ്? ഇന്നത്തെ ഡേറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താ? സീക്വൽ ടു ടുഡേ അല്ലേ? ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പാരാമീറ്റേഴ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇന്നത്തെ ഡേറ്റ് കിട്ടും, 8/10/2025. ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഈ ഒരു ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡേറ്റ് ആയ 8/10/2025, ഒക്ടോബർ മാസം 8-ാം തീയതി 2025 തൊട്ട് ഡ്യൂ ഡേറ്റ് ആയ 15/11/2027 ആവാൻ എത്ര ദിവസം ഉണ്ട്? അതാണ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഡേയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റും, ഡേറ്റ് ഡീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഡേയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സീക്വൽ ടു ഡേയ്സ് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എൻഡ് ഡേറ്റ് ക്ലിക്ക് ചെയ്യുക, കോമ സ്റ്റാർട്ട് ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 768 ദിവസം എന്ന് കിട്ടും. അതായത് ഇന്നത്തെ ദിവസം തൊട്ട് ഒന്നാമത്തെ ലോണിൻ്റെ കാലാവധി കഴിയാൻ എത്ര ദിവസം ഉണ്ടെന്ന് വെച്ചാൽ 768 ദിവസമാണുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഡേയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാനത് കണ്ടെത്തിയത്. എനിക്കത് ഡേറ്റ് ഡീഫ് ഉപയോഗിച്ചിട്ട് കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ് ഡേറ്റ് ഡീഫ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തുക? സീക്വൽ ടു ഡേറ്റ് ഡീഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ് ക്ലിക്ക് ചെയ്യുക, കോമ എൻഡ് ഡേറ്റ് ക്ലിക്ക് ചെയ്യുക, കോമ ഡബിൾ ടു കോമയിൽ എന്ത് കൊടുക്കുക? ഡി എന്ന് കൊടുക്കുക, ഡബിൾ ടു കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ച് എനിക്ക് കിട്ടും 883 ദിവസം എന്ന് കിട്ടും. അതായത് ഈ ഇന്നത്തെ ഡേറ്റ് ആയ 8/10/2025 തൊട്ട് 9/3/2028 ആവാൻ 883 ദിവസം ഇനിയും ബാക്കിയുണ്ടെന്ന് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? തൊട്ട് താഴത്തെ ഞാൻ ഡേയ്സ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തുന്നു, ഡേയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കണ്ടെത്തുന്നു. സീക്വൽ ടു ഡേയ്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, എൻഡ് ഡേറ്റ് 23/6/2028 സെലക്ട് ചെയ്യുന്നു, കോമ സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുന്നു, 8/10/2025 സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ അടിച്ച് എനിക്ക് എന്ത് കിട്ടും? 989 ദിവസം എന്ന് കിട്ടും. അതായത് ഇന്നത്തെ ദിവസം തൊട്ട് 8/10/2025 തൊട്ട് 23/6/2028 എന്ന് പറയുന്ന ഡ്യൂ ഡേറ്റ് ആവാൻ ഇനിയും 989 ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ നോക്കിയത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇവിടെ നോക്കിയേ, മൂന്നാമത്തെ ഇല്ലുസ്ട്രേഷൻ അനോണ സൂപ്പർ മാർക്കറ്റ്, മലപ്പുറത്തുള്ള അനോണ സൂപ്പർ മാർക്കറ്റിലെ എംപ്ലോയി ഇൻഫർമേഷൻ ഷീറ്റാണ്. എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടുഡേസ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റ് 16/6/2022 എന്നാണ്. ആ ഒരു ഡേറ്റ് ആണ് ടുഡേ ഡേറ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ദെൻ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, സ്റ്റാഫിൻ്റെ നെയിം, എംപ്ലോയീസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ്, അവർ വർക്ക് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്ത ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഇയർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? പിന്നെ ഇന്നത്തെ ഡേറ്റായി നമ്മൾ സങ്കല്പിക്കുന്ന 16/6/2022 വരെ ഇവർ എത്ര വർഷമായിട്ടുണ്ട്? ജോയിൻ ചെയ്ത ഡേറ്റ് തൊട്ട് ഈ 16/6/2022 വരുമ്പോൾ അവരെത്ര വർഷങ്ങളായിട്ടുണ്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? അതാണ് നമ്മൾ ഇയർ ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. സോ ഇവിടെ നമുക്ക് ഏത് ഫംഗ്ഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക? ഡേറ്റ് ഡീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക അല്ലേ? എന്താണ് ഡേറ്റ് ഡീഫിൻ്റെ എങ്ങനെ ചെയ്യുക? സീക്വൽ ടു ഡേറ്റഡ് ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക, കോമ എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്യുക, കോമ ഡബിൾ ടു കോമയിൽ നമ്മൾ എന്ത് കൊടുക്കുക? വൈ എന്ന് സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് ആ ഇയറിൻ്റെ ഡിഫറൻസ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഡബിൾ ടു കോമയിൽ വൈ എന്ന് കൊടുക്കണം. ദെൻ ഡബിൾ ടു കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി എൻട്രി കീ അടിച്ച് നമുക്ക് എന്ത് കിട്ടും? 11 എന്ന് കിട്ടും. അതായത് ജോൺ എന്ന് പറയുന്ന 2/4/2021 ജോയിൻ ചെയ്ത എംപ്ലോയി 16/6/2022 എത്തിയപ്പോൾ ഇദ്ദേഹം 11 വർഷമായിട്ടുണ്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത ആളുടെയും ഇങ്ങനെ ഈക്വൽ ടു ഡേറ്റ് ഡീഫ് ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓട്ടോ ഫില്ല് ചെയ്തൂടെ? ഓട്ടോ ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ഓട്ടോ ഫില്ല് ഒന്ന് ചെയ്ത് നോക്കാം. ഓട്ടോ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുമോ? ഇല്ല. ഇവിടെ എറർ വന്നിട്ടുണ്ട്. എറർ വരാനുള്ള കാരണം എന്താ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഫംഗ്ഷൻ എന്താ? ഈക്വൽ ടു ഡേറ്റ് ഡീഫ് D5, C3, Y എന്നാണ് കൊടുത്തത് അല്ലേ? ഇനി തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ സുകുമാർ എന്ന് പറയുന്ന ആളുടെ ഇയർ ഓഫ് എംപ്ലോയ്മെന്റ് എങ്ങനെ കണ്ടെത്തുക? സീക്വൽ ടു ഡേറ്റ് ഡീഫ് D5 ഉള്ളത് എന്താവണം? സുകുമാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ D6 ആവണം.
എന്നാൽ C3 ഉള്ളത് എന്താവാൻ പാടില്ല, C4 ആവാൻ പാടില്ല. കാരണം C3 എന്ന് പറയുന്ന സെല്ലിലാണ് എന്തുള്ളത്, ടുഡേസ് ഡേറ്റ് 16/6/2012 എന്ന് പറയുന്ന ഡേറ്റ് ഉള്ളത്. അപ്പോൾ അവരുടെ ജോയിൻ ചെയ്ത ഡേറ്റും ഈ 16/6/2012 എന്ന് പറയുന്ന ഡേറ്റും തമ്മിലുള്ള വർഷത്തിന്റെ ഗ്യാപ്പാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, C3 ഉള്ളത് തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ C4 ആവാൻ പാടില്ല, C5 ആവാൻ പാടില്ല, C6 ആവാൻ പാടില്ല. എന്നാൽ അവിടെ നോക്കിയാൽ നമുക്ക് ഈ സുകുമാർ എന്ന് പറയുന്ന ആളുടെ ഫംഗ്ഷൻ എങ്ങനെ എക്സൽ ചെയ്തിരിക്കുന്നത്, സീക്വൽ ടു ഡേറ്റ് ഡീഫ് D6 കറക്റ്റാണ്. കാരണം ഈ സുകുമാർ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ജോയിൻ ചെയ്ത ഡേറ്റ് D6 എന്ന് പറയുന്ന സെല്ലിലുള്ളത് 16/2/2004. പക്ഷേ C3 ഉള്ളത് എന്തായിട്ടുണ്ട്, C4 ആയിട്ടുണ്ട്. C4 എന്ന് പറയുന്ന സെല്ലിൽ 16/6/2012 എന്ന് പറയുന്ന ഡേറ്റ് ആണോ ഉള്ളത്, അല്ല. 16/6/2012 എന്ന് പറയുന്ന ഡേറ്റ് ഉള്ളത് C3 എന്ന് പറയുന്ന സെല്ലിലാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതാ, ഈ C3 എന്ന് പറയുന്ന സെല്ലിനെ നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കണം, കോൺസ്റ്റന്റ് ആക്കി നിർത്തണം, ഫിക്സഡ് ആക്കി നിർത്തണം. അതിനെന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ D5ഉം C3 ഇപ്പോൾ നിലവിൽ റിലേറ്റീവ് റെഫറൻസ് ആണ്. അത് ഫോർമുലയ്ക്ക് അനുസരിച്ച് ഫംഗ്ഷൻ അനുസരിച്ച് റിലേറ്റീവ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. D5 ഉള്ളത് D6 ആവുന്നു, D7 ആവുന്നു, C3 ഉള്ളത് C4 ആവുന്നു, C5 ആവുന്നു. എന്നാൽ C3 ഉള്ളത് നമുക്ക് തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ C4 ആവാൻ പാടില്ല. കാരണം C3 എന്ന് പറയുന്ന സെല്ലിൽ മാത്രമേ ടുഡേസ് ഡേറ്റ് ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, C3 എന്ന് പറയുന്ന സെല്ല് അബ്സല്യൂട്ട് റെഫറൻസ് ആക്കണം. അബ്സല്യൂട്ട് റെഫറൻസ് ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏത് സെൽ റെഫറൻസ് ആണോ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കേണ്ടത്, ആ സെൽ റെഫറൻസിന്റെ സെന്ററിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡോളറിന്റെ സിമ്പിൾ കൊടുക്കുക, എൻട്രി കീ അടിക്കുക. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി, ബാക്കിയുള്ളവരുടെ ഒക്കെ ഇയർ ഓഫ് എംപ്ലോയ്മെന്റ് നമുക്ക് എന്ത് കിട്ടും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡേറ്റുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഏതൊക്കെയാണ് നമ്മൾ ഡേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ പഠിച്ചത്, ടുഡേ പഠിച്ചു. എന്തിനാണ് ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, പിന്നെ ഇന്നത്തെ ഡേറ്റ് സെല്ലിൻ്റെ ഉള്ളിൽ ടേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്, ടുഡേ. ഇനി ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പഠിച്ചു അല്ലേ. എന്തിനാണ് ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പഠിച്ചത്, ഡാറ്റേനെ ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ്. അഥവാ ഡേറ്റിന് മറ്റൊരു പർപ്പസും കൂടി ഉണ്ട്. ഒരു ഡേറ്റ് തൊട്ട് ഇത്ര ദിവസവും ഇത്ര മാസവും ഇത്ര വർഷവും കഴിഞ്ഞാൽ ഏത് ഡേറ്റ് ആണ് വരിക, അത് കണ്ടെത്താനും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇനി ഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ പഠിച്ചു അല്ലേ. ഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്തായിരുന്നു അതിൻ്റെ പർപ്പസ്, ഒരു ഡേറ്റിൽ നിന്ന് ഡേ മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എന്ത്, ഡേ. പിന്നെ നമ്മൾ മന്ത് പഠിച്ചു അല്ലേ. ഒരു ഡേറ്റിൽ നിന്ന് മന്ത് മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് മന്ത്. പിന്നെ നമ്മൾ ഇയർ പഠിച്ചു. ഇയറിൻ്റെ പർപ്പസ് എന്തായിരുന്നു, ഒരു ഡേറ്റിൽ നിന്ന് ഇയർ മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആയിരുന്നു എന്ത്, ഇയർ. പിന്നെ നമ്മൾ ഡേയ്സ് പഠിച്ചു. എന്തായിരുന്നു ഡേയ്സിൻ്റെ പർപ്പസ്, ഒരു ഡേറ്റും മറ്റൊരു ഡേറ്റും തമ്മിൽ എത്ര ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ട് അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എന്ത്, ഡേയ്സ്. പിന്നെ നമ്മൾ ഡേറ്റ് ഡീഫ് പഠിച്ചു അല്ലേ. എന്തായിരുന്നു ഡേറ്റ് ഡീഫിൻ്റെ പർപ്പസ്, ഒരു ഡേറ്റും മറ്റൊരു ഡേറ്റും തമ്മിൽ എത്ര വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, എത്ര ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, എത്ര മാസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്, ഡേറ്റ് ഡീഫ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഡേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്ലാസ്സുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.